ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഗാർഡനിൽ ഞങ്ങൾ ചെയ്ത കുറച്ച് വലിയ മാറ്റങ്ങൾ കാണിക്കാനാണ്. മുമ്പ് സിറ്റ് ഔട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു ഗ്രീൻ ഹൗസ് പോലെയും പിന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ അടുപ്പായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളതൊരു ഗ്രീൻ കിച്ചണാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ കിച്ചണിൽ പകുതി ചുമരും പകുതി വോളാണ്, പകുതി ഗ്രിൽസാണ്, ബാക്കിയുള്ള മുകളിലേക്ക് ഗ്രിൽസാണ് വെച്ചിട്ടുള്ളത്. ഇതിന് മുകളിൽ ഷീറ്റ് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിൻ്റെ അകമൊന്ന് കാണാം. നമ്മൾ അകത്ത് കയറുമ്പം ഡയറക്റ്റ് കാണുന്നത് വാഷ് ബേസിനും പിന്നെ മിക്സി വെക്കാനുള്ളൊരു ചെറിയൊരു കൗണ്ടർ ടോപ്പുമാണ്. അടുപ്പും അതിൽ ഉപയോഗിക്കുന്ന ചട്ടികളും പാത്രങ്ങളൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. ഗ്രാനൈറ്റ് മുകളിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഷെൽഫിലാണ് ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുള്ളത്. ഇതിനടിയിലായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെൽഫിൻ്റെ താഴത്തെ 2 റാക്സിലായിട്ട് നമുക്ക് പാത്രങ്ങളും വെക്കാൻ പറ്റും. ഗ്രിൽസ് ചുമരിൻ്റെ പുറത്തുകൂടെ എടുത്തതുകൊണ്ട് നമ്മുടെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ വെക്കാനായിട്ട് ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അടുപ്പും അതിൽ ഉപയോഗിക്കുന്ന ചട്ടികളും പാത്രങ്ങളൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. ഈ അടുപ്പ് പോർട്ടബിളാണ്, നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. നമ്മൾ ഈ ഒരു കിച്ചണിൽ വിൻഡോവും കൂടെ നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ വിൻഡോ ഓപ്പൺ ചെയ്താൽ താഴത്തെ തോട്ടവും അവിടെയുള്ള കുളമൊക്കെ കാണാൻ പറ്റും. ഈ കിച്ചണിൻ്റെ 2 സൈഡിലായിട്ട് ചെടിച്ചട്ടികൾ വെക്കാൻ സ്പേസ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കാനുള്ള ഹാങ്ങിങ് പോട്ട്സ് തൂക്കാനുള്ള കമ്പികളും വെച്ചു കൊടുത്തിട്ടുണ്ട്. മുമ്പ് അടുപ്പിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഗ്രീൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്ന സ്പേസ് ഇപ്പോൾ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഗാർഡൻ മാറ്റത്തിൻ്റെ ഒരു മേക്ക് ഓവറിൻ്റെ ഫുൾ ക്ലീനിങ്ങും പിന്നെ കെട്ടുന്നതും കൺസ്ട്രക്ഷനും എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അടുത്തത് ഞങ്ങൾ ഇൻ്റർലോക്കൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് സ്റ്റെപ്സിൻ്റെ സൈഡിലെല്ലാം കുറേ DIYs ഒക്കെ ഉപയോഗിച്ചിട്ട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കിച്ചൻ്റെ ഗ്രിൽസ് ചെയ്യുന്ന സമയത്ത് തന്നെ 2 പ്ലാന്റ് സ്റ്റാൻഡ്സും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമുക്ക് വൃത്തിയായി ചെടിച്ചട്ടികളൊക്കെ ഒരുക്കി വെക്കാൻ, നല്ല നീറ്റായിട്ട് വെക്കാൻ ഈ സ്റ്റാൻഡ്സ് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിലെ പുതിയ കുറച്ച് അതിഥികളെയും അവരുടെ താമസ സ്ഥലവും ഒന്ന് കാണാം. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയി കളിക്കാനും നടക്കാനും ഷെഡിൻ്റെ സൈഡിലുള്ള ഈ ഒരു സ്പേസ് നമ്മൾ ഇവർക്കായിട്ട് തന്നെ ആക്കി കൊടുത്തു. അതിനായിട്ട് നെറ്റും ഓർക്കിഡ് നെറ്റുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഒരു കോഴിക്കൂടുമുണ്ട്. ഇനി നമുക്ക് ഷെഡിൻ്റെ മുകളിലുള്ള വലിയൊരു ചേഞ്ച് കാണാം. ഇവിടെ ഞങ്ങൾ ഒരു ടെറസ് ഗാർഡനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് പോവാൻ 2 സൈഡും ഹാൻഡിലുള്ള ഒരു ഏണി ചെയ്യിപ്പിച്ചിട്ടുണ്ട്.
ഈ ഒരു ടെറസിന് ചുറ്റുമായിട്ട് ഗ്രില്ല് കൊണ്ട് ബൗണ്ടറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വെർട്ടിക്കൽ ഗാർഡനും ആക്കാനുള്ളൊരു സ്പേസാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ടെറസിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം. സിറ്റ് ഔട്ടിലും ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കാനായിട്ട് ഒരു കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കുറേ നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.